ഇന്ന് നമ്മുടെ ജ്യോതി രേഷ്മ ഡോക്ടറാണ് ഇന്ന് നമുക്കൊരു ചെറിയൊരു ടോക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസിനെ പറ്റിയിട്ട് ഒരു ടോക്ക് നമുക്ക് തരാൻ നിൽക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് മൈക്ക് ഡോക്ടറെ അടുത്ത് കൊടുക്കാം. ജ്യോതി രേഷ്മ ഡോക്ടറെ സംസാരിക്കാൻ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒന്ന് തുടങ്ങുകയാണെങ്കിൽ നന്നായിരുന്നു. നമുക്ക് പലർക്കും ഡോക്ടറെ പരിചയമില്ല, ഇൻക്ലൂഡിങ് മീ. ഫൈൻ. ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ പ്രണു. ഞാൻ ഡോക്ടർ ജ്യോതി. ഞാൻ MBBS കഴിഞ്ഞത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. MD പൾമണറി മെഡിസിൻ കാലിക്കറ്റിൽ നിന്ന് പാസ് ഔട്ടാണ്. സോ എനിക്ക് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇന്ന് ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആണ്. എല്ലാവർക്കും സ്ലൈഡ്സ് വിസിബിൾ ആണോ? അതെ അതെ, വിസിബിൾ ആണ്. നമുക്ക് അറിയാം കോവിഡ് ഇപ്പം ഫുൾ കോവിഡ് മയമാണ്. അന്നേരം കോവിഡിനെ കുറിച്ച് അധികം ഞാൻ ഒന്നും പറയുന്നില്ല. ഓൾമോസ്റ്റ് സിംറ്റംസും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും തറവാണ്. അപ്പം പുതിയൊരു എൻറ്റിറ്റിയാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. പുതിയതല്ല, നമ്മൾ പുതിയതായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കാണിക്കുന്ന പോലെ തന്നെ കോവിഡ് പതിപ്പിക്കുന്ന ഒരു സീലാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് ഞാൻ മെയിൻലി ഒരു പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യും, ഒരു പേഷ്യന്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, ഇത്രേ പറയുന്നുള്ളൂ. കുറച്ച് സ്ലൈഡ്സേ ഉള്ളൂ. 25 സ്ലൈഡ് 15 മിനിറ്റ്സിനുള്ളിൽ കിട്ടാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദി കോവിഡ് കേസസ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ഇൽനെസ് അല്ലെങ്കിൽ മോഡറേറ്റ് സിംറ്റംസേ കാണത്തുള്ളൂ. മെജോറിറ്റി ഓൾമോസ്റ്റ് നമുക്കൊരു 80-85% അങ്ങനെ പോകും. ഇനി ഒരു 10 to 15% എന്ന് പറഞ്ഞാൽ സിവിയർ ആവും. അതിൽ തന്നെ ഒരു 5% ക്രിട്ടിക്കലി ഇല്ലാവും. യൂഷ്വലി നമ്മൾ പറയുന്നത് ഒരു 2 to 6 വീക്സിനുള്ളിൽ എല്ലാവരും റിക്കവർ ചെയ്യും. അതാണ് അതിൻ്റെ നോർമൽ. ഇനി കോവിഡിനൊക്കെ എല്ലാവരും ഓർക്കുന്നത് എന്താ പറയുക, ശ്വാസമുട്ടൽ മാത്രമല്ല കോവിഡിനെ കുറിച്ച് പറയാനുള്ളത്. അതിന് കുറെ എക്സ്ട്രാ പൾമണറി മാനിഫെസ്റ്റേഷൻസും ഉണ്ട്. എല്ലാ സിസ്റ്റംസിനെയും ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സിസ്റ്റംസും കോവിഡ് ഇൻവോൾവ് ചെയ്യും. കോവിഡിനെ കുറിച്ച് പറയുന്നത് എനിത്തിങ് ആൻഡ് എവറിത്തിങ് അണ്ടർ ദി സൺ എന്നാണ്. അതായത് പറയുന്നത് എല്ലാ മാനിഫെസ്റ്റേഷൻസും ഉണ്ടാക്കാം എക്സ്ക്ലൂഡിങ് പ്രഗ്നൻസി. ബാക്കി എല്ലാം അതിന്റെ മാനിഫെസ്റ്റേഷനായിട്ട് വരാമെന്നാണ്. ന്യൂറോളജിക്കൽ സിംപ്റ്റംസ് ഉണ്ട്, renal system, hepatic, gastrointestinal, thromboembolic, cardiac, endocrine, dermatological, എല്ലാ സിസ്റ്റംസും ഓൾമോസ്റ്റ് all the systems are involved. So, what is post-COVID syndrome? ഇവിടെയാണ് അതിന്റെ പ്രസക്തി വരുന്നത്. ഇപ്പം MCQ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് ആ ഡ്യൂറേഷൻ എന്നുള്ളത്. പോസ്റ്റ്-കോവിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമല്ല, വിച്ച് പെർസിസ്റ്റ് ഫോർ 2 or more months following the initial infection with SARS-CoV virus. ഈ PCSനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അക്യൂട്ട് ഉണ്ട്, ലോങ് ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡോസ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് 3 weeks. ലോങ് എന്ന് പറഞ്ഞാൽ ഡോസ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് 12 weeks. ഇനി ഇതിന്റെ ഈറ്റിയോളജി, എന്തുകൊണ്ട് ചിലർ പ്രൊലോങ് ആയി പോകുന്നു, ഞാനങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. കുറച്ച് പോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒന്നെങ്കിൽ ആന്റിബോഡി റെസ്പോൺസ് വീക്ക് ആവാം, അല്ലെങ്കിൽ ആബ്സെന്റ് ആവാം, അല്ലെങ്കിൽ റീഇൻഫെക്ഷന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് ഡിസ്റെഗുലേറ്റഡ് ആവാം, അല്ലെങ്കിൽ എന്താ മെന്റൽ ഫാക്ടേഴ്സ് ലൈക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് അങ്ങനെയുള്ളവരിലൊക്കെയാണ് പ്രൊലോങ്ഡ് ആയി പോകുന്നത്. ഇനി മെയിൻലി 4 ഫിനോടൈപ്സ് ആണ് ഉള്ളത്. ജസ്റ്റ് എന്താ പറയാ, അറിഞ്ഞിരിക്കുക, അതത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. 4 ഫിനോടൈപ്സ് ഉണ്ട്. ഒന്ന് ICUവിൽ അഡ്മിറ്റ് ആയിരുന്ന പേഷ്യൻസിന് ചിലപ്പം ARDS ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പെർസിസ്റ്റന്റ്ലി ഡിസ്നിയം എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് പോസ്റ്റ് ഇന്റൻസീവ് കെയർ സിൻഡ്രോം. രണ്ടാമത് ഏതൊരു വൈറൽ ഇൻഫെക്ഷനെ പോലെ തന്നെ പോസ്റ്റ് വൈറൽ PCS. 3 മൾട്ടി സിസ്റ്റം ഇൽനെസ്. 4 ഓർഗൻ സ്പെസിഫിക്. ഇത് 4ആണ് മെയിൻലി ക്ലിനിക്കൽ ഫിനോടൈപ്സ്. ഇനി ഓരോരോ സിസ്റ്റംസ് നോക്കാം. പൾമണറി എന്ന് പറയുമ്പോൾ മെയിൻലി 3 എണ്ണമാണ്: പൾമണറി ഫൈബ്രോസിസ്, പൾമണറി എംബോളിസം, പൾമണറി ഹൈപ്പർ ടെൻഷൻ. ഇനി ഈ പറയുന്ന PCS എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആർക്കും കൃത്യമായിട്ട് അറിയത്തില്ല എന്തുകൊണ്ട് ചിലരിൽ ഇങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ സ്ലൈഡ്സ് ഒക്കെ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ പുതിയതായിട്ടാകും. കാരണം പുതിയ സ്റ്റഡീസ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പൾമണറി ഫൈബ്രോസിസ് ആണ് പൾമണറിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എംബോളിസം, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലേറ്റ് സ്റ്റേജ് ആണ്.
എംബോളിസം എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു പീരീഡിൽ മെയിൻലി പേഷ്യൻസ് ഒരു ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ് ആയിരിക്കും. ആ ഒരു ടൈമിലാണ് അവർക്ക് എംബോളിസം വരാനുള്ള സാധ്യതയുള്ളത്. പൾമണറി ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുന്നൊരു എൻറ്റിറ്റിയാണ് പൾമണറി ഫൈബ്രോസിസ്. ഇനി എന്തുകൊണ്ട് പൾമണറി ഫൈബ്രോസിസ് വരുന്നു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മെയിൻലി ആസ് എ പാർട്ട് ഓഫ് സൈറ്റോകൈൻ റിലീസ് സിൻഡ്രോം. ഇനി ചിലരിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ ടൈമിൽ ഹൈ പ്രഷർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ആ ടൈമിൽ ലങ് ഇഞ്ചുറി ഉണ്ടാവും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഫൈബ്രോസിസ് ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് അണ്ടർലൈൻ ILD ട്രിഗർ ചെയ്യാം. ഇങ്ങനെയെല്ലാം ആണ് മെക്കാനിസം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ആരിലൊക്കെയാണ് ഉണ്ടാവുക എന്ന്. യൂഷ്വലി ദോസ് ഹു ആർ എൽഡർലി, പിന്നെ സിവിയറിറ്റി ഓഫ് ഇൽനെസ് സിവിയർ ആണെങ്കിൽ, പിന്നെ ഡ്യൂറേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ, പിന്നെ മെക്കാനിക്കൽ വെന്റിലേഷൻ, ആൻഡ് ദോസ് ഹു സ്മോക്ക്, ആൻഡ് പിന്നെ ക്രോണിക് ആൽക്കഹോളിസം. പിന്നെ ഇവരെ നമുക്ക് എങ്ങനെ പിക്കപ്പ് ചെയ്യാം? നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇപ്പം കോവിഡിന്റെ ടൈമിൽ ARDS ആയിട്ട് പ്രസന്റ് ചെയ്ത പേഷ്യൻസ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡിസ്നി ഉള്ള പേഷ്യൻസിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അവർക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പൈറോമെട്രി ചെയ്യും. സ്പൈറോമെട്രി എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റ് ആണ്. മെയിൻലി FEV1, FVC, ടോട്ടൽ ലങ് കപ്പാസിറ്റി, LCO ഇതെല്ലാം ചെയ്യുക. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മളത് CTയുടെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ നമുക്ക് പിക്കപ്പ് ചെയ്യാം പൾമണറി ഫൈബ്രോസിസ്. ഇനി നമ്മൾ യൂഷ്വലി ഒരു പേഷ്യന്റിനെ പൾമണറി ഫൈബ്രോസിസ് വരുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് പോസ്റ്റ് കോവിഡ് പൾമണറി ഫൈബ്രോസിസിന് ട്രീറ്റ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ കൊടുക്കുന്ന ആന്റി ഫൈബ്രോട്ടിക്സ് ആണ്. മെയിൻലി പിർഫെനിഡോണും നിൻഡഡാനിക്കും. ഇതൊന്നും ട്രയലൊന്നും സ്റ്റഡീസും ഒന്നും വന്നിട്ടില്ല, കാരണം പുതുതായിട്ട് വരുന്നേ ഉള്ളൂ കേസസ്. അന്നേരം ഇതൊക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നെക്സ്റ്റ് ന്യൂറോളജിക്കൽ സിക്കൽ. ഇത് മെക്കാനിസം എങ്ങനെ ബ്രെയിനെ അഫക്ട് ചെയ്യുന്നു? ഒന്നെങ്കിൽ റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് ആയിരിക്കാം അലോങ് ആക്സോൺ, അല്ലെങ്കിൽ ഹെമറ്റോജിനസ് സ്പ്രെഡ് ആയിരിക്കാം എല്ലാ ബാരിയറിനെ ക്രോസ് ചെയ്യും. മൂന്നാമത്തേത് ഡയറക്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കാം എൻഡോത്തീലിയൽ സെൽസിലേക്ക്. ഇത് മൂന്നുമാണ് മെക്കാനിസം. ഇനി ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ന്യൂറോണൽ ഡാമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഓൾട്ടർ ചെയ്തിട്ട് ഡാമേജ് ഉണ്ടാക്കും. ഇനി ചില സ്റ്റഡീസിൽ കണ്ടുവരുന്നത്, ആദ്യമേ പറഞ്ഞു സ്റ്റഡീസ് നടക്കുന്നതേ ഉള്ളൂ, പക്ഷെ ചില സ്റ്റഡീസിൽ കാണുന്നത് ഒരു പ്രൊപ്പൻസിറ്റി ഉണ്ട് പാർക്കിൻസൺസ് വരാനും അല്ലെങ്കിൽ അൾസൈമേഴ്സ് വരാനും ഉള്ള ഒരു പ്രൊപ്പൻസിറ്റി കണ്ടുവരുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, വരുന്ന ചിലരിൽ അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ന്യൂറോ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻ. അതിനകത്ത് വരുന്നതാണ് ആൻസൈറ്റി, സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡർ, depression, bipolar disorder, PTSD, OCD, new onset psychosis, somatoform pain disorder, panic disorder, chronic pain disorder, and chronic fatigability syndrome. ഈ പറഞ്ഞതിൽ ഈ ന്യൂറോളജിക്കൽ ഇതിനകത്ത് ഈ ന്യൂറോ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻസ് ആണ് മിക്ക പേഷ്യൻസിലും പെർസിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു 6 months ഒക്കെ കഴിഞ്ഞാലും മിക്ക പേഷ്യൻസിലും ഇതൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സീരിയസ്ലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പാൽപിറ്റേഷൻ, മയോകാർഡൈറ്റിസ്, കാർഡിയോമയോപ്പതി, ഹാർട്ട് ഫെയിലർ. ഹലോ, ഇടയ്ക്ക് ഓഡിയോ കട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്ലിയർ ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ മിസ് ആയിട്ടുണ്ടോ? ഇല്ല, വീഡിയോ ഓഫ് ചെയ്താൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഓഡിയോ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് മസ്കുലോസ്കെലറ്റൽ സിക്കൽ. മെയിൻലി പറയുന്നത് പോളി ആർത്രൽജിയ, പോളി ആർത്രൈറ്റിസ്, മയാൾജിയ, ക്രോണിക് ഫാറ്റിഗ് സിൻഡ്രോം. പിന്നെ MCQ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയൊരു എൻറ്റിറ്റിയാണ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് കവാസാക്കി ഡിസീസ് ഇല്ല ചിൽഡ്രനിൽ, അതുപോലെ ഒരു മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു സിൻഡ്രോമാണ്. മെയിൻലി പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരുന്നത്. Characterized by extreme systemic inflammation, hyperinflammatory shock, fever, cervical lymphadenopathy, abdominal symptoms, conjunctivitis, and rash with multi-organ involvement. ഇനി കാർഡിയക് മാനിഫെസ്റ്റേഷൻസും കാണാം. ചിലരിൽ
കൊറോണറി ആർട്ടറി ഡയലറ്റേഷനും അന്യൂറിസം വരെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പുതിയ എൻറ്റിറ്റി ആണ് ഇൻ കോവിഡ്. കുറച്ച് സിറ്റസ് ആണ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ. ഇനി ഇപ്പം മെജോറിറ്റി ഈ മിസ്സി കാണുന്നത് ചിൽഡ്രനിലാണ്. പക്ഷേ ഒരു കുറച്ചൊരു പെർസെൻറ്റേജ്, ഒരു 10 എന്നൊന്നും പറയാനില്ല, ആകെ 3 കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ അഡൾട്ട്. അതും ഒരു പോസിബിലിറ്റിയാണ്. അത് നമുക്ക് ഒരു 6 വർക്കിംഗ് ഡയഗ്നോസിസ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ അഡൾട്ട് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറയാം. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏജ് ആണ്, മോർ ദാൻ 21. പിന്നെ പോസിറ്റീവ് ഫോർ കോവിഡ്. 3 സിവിയർ ഡിസ്ഫങ്ഷൻ, 1 or more എക്സ്ട്രാ പൾമണറി ഓർഗൻ സിസ്റ്റം. പിന്നെന്താ ലാബ് എവിഡൻസ് ഓഫ് സിവിയർ ഇൻഫ്ലമേഷൻ. എല്ലാ മാർക്കേഴ്സും ഹൈലി എലിവേറ്റഡ് ആയിരിക്കും. ഇനി വേറെ എന്താണ്, ഇത് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ആബ്സെൻസ് ഓഫ് സിവിയർ റെസ്പിറേറ്ററി ഇൽനെസ്. പിന്നെ ഇവിടെ നമ്മൾ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത് മൈൽഡ് റെസ്പിറേറ്ററി സിംറ്റംസ് ഉള്ളവരെയാണ്. പിന്നെന്താ റൂൾ ഔട്ട് അതർ ഓർഗാനിക് അല്ല, റൂൾ ഔട്ട് അതർ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ലൈക്ക് സെപ്റ്റിക് ഷോക്ക്, ട്രോപ്പിക്കൽ ഫീവർ സിൻഡ്രോം, ഇൻഫെക്റ്റഡ് എൻഡോകാർഡൈറ്റിസ്, ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ്. ഓക്കെ, ഇത്രയാണ് മെയിൻലി പറയാനുള്ളത്. അതായത് ഓരോരോ സിസ്റ്റം വൈസ് സിക്കലെ. അപ്പോൾ നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് വരികയാണ്, നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും ഒരു പോസ്റ്റ് കോവിഡ് പേഷ്യൻ്റ്? പലയിടത്തും ഇപ്പോൾ പോസ്റ്റ് കോവിഡ് പോസ്റ്റിയൊക്കെയുള്ള ടൈമാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് കോവിഡ് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഹൗ യു അപ്രോച്ച് ചെയ്യും? നമ്മൾ ആദ്യം നോക്കുക, ആസ് യൂഷ്വൽ നമ്മൾ സിംറ്റംസ് ചോദിക്കുക, പിന്നെന്താ വേണമെങ്കിൽ എക്സാമിൻ ചെയ്യാം. എക്സാമിൻ ചെയ്തിട്ട് എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ്, അതാണ് മെയിൻലി വേണ്ടത്. അതായത് എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു റെഫർ. വെച്ചുകൊണ്ടിരിക്കല്ലോ, യു ഹാവ് ടു റെഫർ. അത്രേ ഉള്ളൂ. എന്താണ് ഈ റെഡ് ഫ്ലാഗ് സൈൻസ്? ഡിസ്നിയ, പാൽപിറ്റേഷൻ, ചെസ്റ്റ് പെയിൻ, യൂണിലാറ്ററൽ ഫീഡൽ എഡിമ, സിൻകോപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ റെഫർ ദി പേഷ്യന്റ് ടു എ ഹയർ സെന്റർ. കാരണം ഇതെല്ലാം ഇവാലുവേഷൻ വേണ്ടതാണ്. അതായത് നമ്മൾ മെയിൻലി നോക്കുന്നത് മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മുടെ പേഷ്യൻസിനെ ഒരു എന്താ പറയുക, ഒരു 10 days ഒക്കെ കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും സാധാരണ ഒരു കോവിഡ് പേഷ്യൻ്റ് ആകുമ്പോൾ. അപ്പോഴായിരിക്കും ഈ ഹൈപ്പർ കോയബിൾ സ്റ്റേറ്റിലായിരിക്കും പേഷ്യൻ്റ്. വീട്ടിലെത്തി കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്ക് എംബോളിസം ഒക്കെ വരാനും DVT അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ റെഡ് ഫ്ലാഗ് സൈൻസ് നോക്കുക എന്ന് പറയുന്നത്. അടുത്തത് ഈ പോസ്റ്റ് കോവിഡ് പേഷ്യൻ്റിനെ എങ്ങനെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യും? റീഹാബിലിറ്റേഷൻ സ്ട്രാറ്റജി ഇത് പറയുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മൈൽഡ് ഇൽനെസ് ആണെങ്കിൽ നമ്മൾ ഇന്റൻസീവ് വർക്കൗട്ടൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു 1 week ലോ ലെവൽ സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യും. പിന്നെ വെരി മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ലോ വാക്കിംഗ് അല്ലെങ്കിൽ ഇക്വലന്റ് അത്രയേ നമ്മൾ പറയുള്ളൂ ആക്ടിവിറ്റി, അത്രയും മതി. ഇനി ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഇനി പെർസിസ്റ്റന്റ് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സിംറ്റംസ് റിസോൾവ് ചെയ്ത് 2 to 3 weeks വരെ നമ്മൾ വെയിറ്റ് ഫോർ റെസൊല്യൂഷൻ ഓഫ് സിംറ്റംസ് ആൻഡ് ആഫ്റ്റർ വി വിൽ ask the patient to become mobile. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 60% ഓഫ് മാക്സിമം ഹാർട്ട് റേറ്റ് അതിനപ്പുറം കൂടാൻ പാടില്ല. അതിലുള്ള എന്തെങ്കിലും ചെയ്യാം. ഇനി ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ടൈമിൽ ഓക്സിജൻ സപ്പോർട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഒരു റെസ്പിറേറ്ററി അസസ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് അറ്റ് ദി ടൈം ഓഫ് കോവിഡ് കാർഡിയാക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ കാർഡിയാക് ഇൻവോൾവ്മെന്റ് അസസ്മെന്റ് ചെയ്തിട്ട് എക്സസൈസ് റെസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഇനി പോസ്റ്റ് കോവിഡ് ഇതാണ് നമ്മൾ മെയിൻലി ക്ലിനിക്കിൽ കാണുന്നത്. മിക്കവാറും പേഷ്യൻസ് വന്നത് പറയും, ഡോക്ടറെ എനിക്ക് നിർത്താതെ ചുമയാണ്, എന്താ ചെയ്യേണ്ടത്? കോവിഡ് വന്നു, ചുമ മാറുന്നില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഓർത്താൽ മതി, ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷനും ടൂറിൽ ഇൻഫ്ലമേഷനും എന്ത് ചെയ്യണം, റൂൾ ഔട്ട് ചെയ്യണം. ബേസിക് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്തിട്ട്. ഇനി ഇതൊന്നും അല്ല എന്ന് കണ്ടാൽ മെയിൻലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏതൊരു ഇൽനസ് അത് പെർട്ടൈനിങ് ടു റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അറിയാം ഡയഫ്രമാണ് ചീഫ് മസിൽ. അപ്പം അതിന് കുറച്ച് എന്താ പറയുക കുറച്ചും കൂടെ എക്സേർഷൻ വരും. എന്നാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ അത് കുറച്ച് ഫറ്റീഗ് വരും ഡയഫ്രത്തിന്. അപ്പം ബാക്കിയുള്ള ആക്സസറി മസിൽസ് ആയിരിക്കും ആ ടൈമിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ് പ്രോപ്പർ ആവില്ല. അപ്പോൾ കോവിഡൊക്കെ വന്നു കഴിഞ്ഞ് പെർസിസ്റ്റന്റ് കോവിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ബ്രെത്ത് എക്സസൈസ് പറയണം. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആസ്ക് പേഷ്യൻ്റ് ടു സിറ്റ് ഇൻ എ സപ്പോർട്ട് പൊസിഷൻ. പേഷ്യൻറ്റിനോട് ജസ്റ്റ് ഇരിക്കാൻ പറയാം സപ്പോർട്ട് ചെയ്തിട്ട്. എന്നിട്ട് പയ്യെ നമ്മൾ യോഗയൊക്കെ ചെയ്യുന്ന പോലെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ശ്വാസം വിടുക. പ്രിഫറബിളി അബ്ഡമൻ റൈസ് ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ
ഐ റേഷ്യോ പറയുന്നത് 1:2 ആണ്. പിന്നെ നമ്മൾ ഒരു 5 to 10 minutes സെഷൻ ആയിരിക്കും ചെയ്യുക. അത് എത്രയും ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. അതാണ് നമ്മൾ ഒന്ന് മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ബ്രീത്തിങ് കൺട്രോൾ ടെക്നിക്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണ് മെയിൻലി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ലിഫ്റ്റിംഗ് ഓർ എക്സർസൈസ് ലിഫ്റ്റിംഗ്. ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ഓഡിയോ ഒട്ടും ക്ലിയർ അല്ല. ഭയങ്കര ഡിസ്റ്റർബൻസ്. ഹലോ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, വോയിസ് ഡിസ്റ്റർബൻസസ് വരുന്നുണ്ട്. അതെ. ഹലോ ഹലോ, ഇപ്പൊ കേക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പം എക്സേഷണൽ ഡിസ്നിയ അല്ലെങ്കിൽ പെർസിസ്റ്റിംഗ് ഡിസ്നിയ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്തൊക്കെ അനീമിയ റൂൾ ഔട്ട് ചെയ്യുക, റെസ്പിറേറ്ററി കോസസ് റൂൾ ഔട്ട് ചെയ്യുക, ലൈക്ക് ഫൈബ്രോസിസ്, എംബോളിസം, അല്ലെങ്കിൽ കാർഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ട് മയോകാർഡൈറ്റിസ്, എൽ വി ഡിസ്ഫങ്ഷൻ, കാർഡിയോമയോപ്പതി ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് CBC, CRP, D-dimer, PFT, ചെസ്റ്റ് എക്സ്റേ, HRCT, എക്സ്പോ, D-dimer എലിവേറ്റർ ആണെങ്കിൽ CPTA, CT, പൾമണറി ആൻജിയോഗ്രാം എടുക്കുക. ഇനി ഇതെല്ലാം നോർമൽ ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ മെയിൻലി ചെയ്യുന്നത് അനീമിയ ആൻഡ് എംബോളിസം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ കാർഡിയാക് കോസസ് ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, കാർഡിയാക് മാത്രം എടുക്കുക. ഓക്കെ, എന്നിട്ട് നോക്കുക എക്സെപ്ഷണൽ ഡിസ്നിയുടെ കോഴ്സ് എന്താണ് ആൻഡ് ട്രീറ്റ് അക്കോർഡിംഗ്ലി. ഇനിയിപ്പം ഇതൊന്നും അല്ലാതെ എക്സെപ്ഷണൽ ഡിസ്നി വരാം. അതായത് ഈ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞു നമ്മുടെ വർക്കൗട്ട് റേറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഡയഫ്രമാറ്റിക് മസിൽസിന് ഫാറ്റീഗ് വരും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു പൾമണറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യും. പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഇന്റർവെൻഷൻ ആണ്. അതായത് ഒരു പേഷ്യൻ്റ് ടൈലേർഡ് അപ്രോച്ചാണ്. പേഷ്യൻറ്റിന് നമ്മുടെ ഒരു ജിം പോലത്തെ സെറ്റപ്പാണ്. അവിടെ ഓരോ മസിൽസും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൽഡായിട്ടുള്ള എക്സസൈസസ് ചെയ്യും. സ്ട്രെങ്തും ഉണ്ട്, പിന്നെ നമ്മളെ കാർഡിയോ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഷോർട്ട് ഇൻറ്റൻസിറ്റി തുടങ്ങി പേഷ്യൻറ്റിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റൻസിറ്റി വരെ കൊണ്ടുവരിക. അങ്ങനെയാണ് പൾമണറി റീഹാബിലിറ്റേഷൻ ഡിസ്നിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ PCS ആൻഡ് ഹാർട്ട് നമ്മൾ നേരത്തെ കണ്ടു CVSൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ പറയുന്നത് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. LV ഫെയിലറും ഹാർട്ട് ഫെയിലറും കാര്യങ്ങളും എല്ലാം. പിന്നെ അത്ലീറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 3 to 6 months കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഒരു കാർഡിയോളജിസ്റ്റിന് ഫോളോപ്പിന് ശേഷം മാത്രമേ സ്പോർട്സിലേക്കും ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ന്യൂറോളജിക്കൽ സിക്കിലെ നേരത്തെ പറഞ്ഞു അതൊക്കെ റെയർ ആണ്. അങ്ങനെ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, റെഫർ ടു ദി ന്യൂറോളജിസ്റ്റ്. പിന്നുള്ളത് മിക്കവരും കണ്ടുവരുന്നതാണ് ബ്രെയിൻ ഫോഗ്, അതായത് കോഗ്നിറ്റീവ് ബ്ലണ്ടിങ്. പല പേഷ്യൻസിനും നമുക്കിടയിൽ തന്നെ കണ്ടുവരുന്നതാണ് കോഗ്നിറ്റീവ് ബ്ലണ്ടിങ്. അത് അത്ര വലിയ എന്താ പറയുക ഒരു ചെക്കലി എന്ന് പറയാൻ പറ്റത്തില്ല, മൈൽഡാണ്. റീഅഷുറൻസ് മാത്രം മതി. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയായിക്കോളും. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പെർസിസ്റ്റീവ് അല്ലെങ്കിൽ പെർമനന്റ് ഡാമേജ് ഒന്നുമല്ല. ഇത് ഷോർട്ട് ടൈം കഴിയുമ്പോഴത്തേക്ക് അത് നോർമലായിക്കോളും. പിന്നെ മെന്റൽ ഹെൽത്ത്, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗ്ലക്റ്റഡ് ആണ്, എസ്പെഷ്യലി എമംഗ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. മോസ്റ്റ്ലി നമുക്കറിയാം കോവിഡിൻ്റെ ടൈമിൽ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും ഷെഡ്യൂൾസ് എല്ലാം, നമ്മുടെ എല്ലാ റൂട്ടീനും തെറ്റും. അപ്പം ICU പർട്ടിക്കുലർലി ICUലൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെക്റ്റിക്കാണ്, നമുക്ക് തന്നെ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെയുള്ളവരിലെല്ലാം മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പയർഡ് ആയിരിക്കും. നമുക്കിപ്പം നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അന്നേരം നമുക്കതനുസരിച്ചിട്ട് പറ്റുന്ന രീതിയിൽ ഈ മാക്സിമം ഡ്യൂട്ടി കുറച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയുണ്ട്. കാരണം മെയിൻലി മെൻ്റൽ ഹെൽത്ത് അഫക്റ്റ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയാണ്. പിന്നെ ഇനി അടുത്തൊരു ഗ്രൂപ്പുണ്ട് എൽഡർലി. അവരിലും പ്രശ്നമുണ്ടോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് റുട്ടീനായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന മെഡിക്കേഷൻസ് ഒന്നും പിന്നെ കിട്ടില്ല. കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അത് യൂഷ്വലി PHCയിലോ വല്ലതൊക്കെ പോയി ഷുഗറും ഡയബറ്റീസ് ഇതിനെല്ലാം മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഒന്നും കിട്ടില്ല. അപ്പം എന്താ സംഭവിക്കുക, അതിൻ്റെ ഒരു ടെൻഷൻ മനസ്സിലാണ്. മരുന്ന് കിട്ടുന്നില്ല, മരുന്ന് മുടങ്ങി, അങ്ങനെ
ഇതൊക്കെ തുടക്ക ടൈമിലായിരുന്നു, തുടക്ക ടൈമിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം എൽഡർലി ഗ്രൂപ്പിനെ നെഗ്ലക്ട് ചെയ്യരുത്. പിന്നെ അവരിൽ elderly people who survive COVID has a chance of getting sarcopenia. Sarcopenia എന്ന് പറഞ്ഞാൽ as the name implies മസിൽസിന്റെ സ്കെൽറ്റൽ മസിൽസിന്റെ മാസ് കുറയുക അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ കുറയുക, അതാണ് സാർക്കോപ്പീനിയ. അത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ, ഡിപ്രഷൻ, ഡെലിറിയം, ഈ പോയിന്റ്സ് ഒക്കെ യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. എന്നിട്ട് അങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. സപ്പോർട്ടീവ് സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അവരുടെ കെയർ ഗീവേഴ്സിനെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇവരിങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പ്രോപ്പർ കെയർ കൊടുക്കുക എന്നുള്ളത്. ഇത്രയുമാണ് മെയിൻലി പോസ്റ്റ് കോവിഡ് സിൻഡ്രോം പറയുന്നത്. ഇനിയൊരു ജസ്റ്റ് ഒരു നട്ഷെല്ലാണ് ഹൗ യു അപ്രോച്ച് എ പേഷ്യന്റ് വിത്ത് PCOS. ഒരു 3 weeks ഓർ മോർ വീഡിയോ സിംറ്റംസ് പെർസിസ്റ്റ് ആണെങ്കിൽ ഏതൊരു പേഷ്യന്റിനെയും പോലെ തന്നെ നമ്മൾ ക്ലിനിക്കലി അസസ് ചെയ്യും ബൈ ടേക്കിംഗ് ഹിസ്റ്ററി ആൻഡ് എക്സാമിനിങ് ദി പേഷ്യന്റ്. എന്തൊക്കെ എക്സാമിൻ ചെയ്യും? ബേസിക് എക്സാമിനേഷൻ, നമ്മുടെ വൈറ്റൽസ് എല്ലാം നോക്കും. പിന്നെ ഫങ്ഷണൽ സ്റ്റാറ്റസ്, പൾസ് ഓക്സിമെട്രി ആൻഡ് ഈ ഇൻഡിക്കേറ്റഡ് ക്ലിനിക്കൽ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഇനി നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ് സിംറ്റമാറ്റിക് മാനേജ്മെന്റ് മാത്രം മതി. ഫീവറൊക്കെ ആണെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക. പിന്നെന്താ ചെയ്യുന്നത്? ഈ ഒരു പാർട്ട് ലിസ്ണിംഗ് ആൻഡ് എംപതി, വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. മിക്ക പേഷ്യൻസിനും അത് കേൾക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ പകുതി അസുഖം. ഇനി സെക്കൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കാം. പിന്നെന്താ സെൽഫ് മാനേജ്മെന്റ് പേഷ്യൻസിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് സെന്റേഴ്സൊക്കെ ആണെങ്കിൽ ആശാ വർക്കേഴ്സിൻ്റെ അടുത്ത് പൾസ് ഓക്സിമെട്രി വെച്ചിട്ട് SpO2 നോക്കാൻ പറയാം. പിന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ എക്സസൈസ് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറയാം. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ റെഡ് ഫ്ലാഗ് സൈൻസ് കാണുകയാണെങ്കിൽ റെഫർ ടു എ സ്പെഷ്യലൈസ്റ്റ്. പിന്നെ മെന്റൽ ഹെൽത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോഴും നോക്കുക. പിന്നെ കമ്മ്യൂണിറ്റി യൂഷ്വലി ഈ പറഞ്ഞ വർക്കേഴ്സും കാര്യങ്ങളും ഒരു ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇത്രയുമാണ് മെയിൻലി പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ. ഷോർട്ട് ക്ലാസ് ആണ്. എൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DHS ഇറക്കിയിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ ഇന്നൊരു ആർട്ടിക്കിളുമാണ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഹലോ, ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ടൈമാണ്. എല്ലാവരും മൈക്കെടുത്ത് സംസാരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹലോ ഡോക്ടർ, എനിക്കൊരു ഡൗട്ട്. കോഗ്നിറ്റീവ് ബ്ലണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സിംറ്റംസ് ആണ്? കോഗ്നിറ്റീവ് ബ്ലണ്ടിങ് എന്ന് പറഞ്ഞാൽ, അതായത് എന്താ പറയാൻ, നമ്മളിപ്പം യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം അതിന് കറക്റ്റ് പറയാന്ന് വെച്ചാൽ, ഈ നമ്മൾ ഡിപ്രഷൻ്റെ സിംറ്റംസ് ഒക്കെ പറയത്തില്ലേ, അതായത് ഇറിറ്റബിലിറ്റി, അതിനുള്ള കാര്യങ്ങൾ, എന്താ പറയുക, ആ ഡിപ്രഷൻ്റെ ആ ഒരു ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നമുക്കൊന്നിൽ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, വർക്കിംഗ് മെമ്മറി കുറേ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക കാര്യങ്ങൾ, അതായത് ഒരു ഫോഗ്, അതായത് നമുക്ക് ചെയ്യണം എന്നറിയാം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരുമാതിരി ഡിപ്രഷൻ പോലെ ഒരു അലസത, അതായത് ഒരു ക്ലൗഡിനെസ്, അത്രയേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. മാഡം, എൻ്റെ ഒരു ഡൗട്ട്. ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കോവിഡുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ HLH കുറിച്ച് കേൾക്കാറുണ്ട്. ഇപ്പൊ എന്താണ് HLH, അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയാറുണ്ട്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? HLH എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു മാക്രോഫേജ് ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അത് വേറൊരു ക്ലാസ് എടുക്കേണ്ട ടോപ്പിക്കാണ്. ഈ പറഞ്ഞ കണക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി സിൻഡ്രോം, അതിൻ്റെ ഒരു പാർട്ടാണ് HLH എന്ന് പറയുന്നത്, ഹീമോഫാഗോസൈറ്റിസ് ലിംഫോഹിസ്റ്റോസൈറ്റോസിസ്. അതെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നോർമൽ പീപ്പിൾ ആയിരിക്കും മിക്കവാറും, അവർക്ക് എന്താ പറയുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്നിൻ്റെ ഡിസ്റെഗുലേറ്റഡ് ആകും, അല്ലെങ്കിൽ
ഇപ്പൊ നമ്മൾ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് ഒക്കെ അതുപോലെ ഇമ്മ്യൂണിറ്റി ഒരുമാതിരി ഡിസ്റെഗുലേറ്റഡ് അല്ലെങ്കിൽ മിസ്റെഗുലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുക, അതുവഴി ഭാവിയിൽ ക്യാൻസറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുക. അതാണ് യൂഷ്വലി എപ്പിച്ചിലെച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞിട്ട് റെയർ ആണ്. നമ്മൾ എന്താ പറയുക, പോസ്റ്റ് കോവിഡ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എത്രത്തോളം അതൊക്കെ കോവിഡ് റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വരാറുണ്ട്, പക്ഷെ ഭയങ്കര റെയർ ആണ്. ഓക്കെ. പിന്നെ മാം, നമ്മൾ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിനല്ലേ ഏതെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കോൺട്രാ ഇൻഡിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ഏതൊരു വൈറൽ ഇൽനെസ്സിന് ശേഷം നമുക്ക് കുറച്ചൊരു സിംറ്റംസ് ഒക്കെ കുറച്ചും കൂടെ ലിങ്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇല്ല. ആ പേഷ്യൻ്റ് എന്തെങ്കിലും ഡ്രഗ്സിന് അല്ലാതെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി ആണെങ്കിൽ കുറച്ച് ഡ്രഗ്സ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. അതേപോലെ ആ പേഷ്യൻ്റ് എന്തെങ്കിലും കണ്ടീഷൻ കാരണം കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഉണ്ടെങ്കിൽ ആ ഡ്രഗ്സ് ഒന്നും കൊടുക്കരുത്. അല്ലാതെ പോസ്റ്റ് കോവിഡ് ആസ് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ നമ്മൾ ഡ്രഗ്സിന് പറയുന്നില്ല. പിന്നെ ഓൾറെഡി കോവിഡ് വന്നിട്ടുള്ള ഒരു പേഷ്യന്റിന് നമ്മൾ പിന്നീട് വാക്സിനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും കൊടുക്കണം. കാരണം ഈ കോവിഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് മീസിൽസ് ഒക്കെ പോലെ ഒരിക്കൽ വന്നാൽ പിന്നീട് ഇമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു ലോങ് ടേം ഇമ്മ്യൂണിറ്റി ഉള്ളൊരു ഡിസീസ് അല്ല കോവിഡ്. കാരണം ഈ പറഞ്ഞാൽ സ്ട്രെയിൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം വാക്സിൻ എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. മാം, പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായി ബന്ധപ്പെട്ട് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് മൈൽഡ് കോവിഡിലാണെങ്കിൽ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് കുറയ്ക്കാൻ പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് ഇച്ചിരി ക്ലിയർ ആക്കാമോ മാഡം? അതായത് ഇപ്പോൾ ഒരാള് കോവിഡ് കഴിഞ്ഞ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അയാൾ ബിസിനസ്സിലേക്ക്, അയാൾ വർക്കിലേക്ക് കയറി അയാൾ സ്ട്രീനസ് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഖേന ഫൈബ്രോസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? പൾമണറി ഫൈബ്രോസിസ് ആണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ പോസ്റ്റ് കോവിഡിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൽ തന്നെ പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മൾ ഇപ്പോഴത്തെ സ്റ്റഡീസിലൊന്നും അങ്ങനെ എക്സേർഷനും പൾമണറി ഫൈബ്രോസിസിനും തമ്മിൽ ഒരു ഡയറക്റ്റ് ലിങ്ക് ഇല്ല. അതായത് ഒരു പറഞ്ഞ കണക്ക് ഒരു പേഷ്യന്റിന് കോവിഡ് വന്നു, അതിനുശേഷം അയാൾ പണ്ട് ചെയ്ത കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൾമണറി ഫൈബ്രോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊരു സ്റ്റഡി എവിടെയും ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ എന്നല്ല, ഇതുവരെ അങ്ങനെ ഒരു ഫൈൻഡിങ് ഒരു സ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മെജോറിറ്റി പേഷ്യൻസും എസിംറ്റമാറ്റിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു RT-PCR ഒക്കെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ 10 days നമ്മൾ ആൻറ്റിജൻ ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യും, അഡ്മിറ്റഡ് പേഷ്യൻ്റ് ആണെങ്കിൽ. അപ്പം ആ ഒരു ടൈമിലായിരിക്കും അവർ ഭയങ്കര ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റിലായിരിക്കും. ആ ടൈമിൽ ഈ പറഞ്ഞിടത്ത് സ്ട്രെയിനുവസ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ DVT വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1 week of low level stretching and strengthening exercise ഇനിഷ്യലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഡയറക്റ്റ് ഇൻറ്റൻസീവ് വർക്കൗട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു 1 week ഒരു എന്താ പറയുക ലോ ഇൻറ്റൻസിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ലോ ലെവൽ സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം മെല്ലെ അതായത് ആ ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ്, അതായത് DVT വരുന്നത് ഒരു പോസിബിലിറ്റിയാണ്, അതുകൊണ്ടേ ഉള്ളൂ. അല്ലാതെ ഫൈബ്രോസിസിനെ കുറിച്ച് എവിടെയും അങ്ങനെ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഒരു സംശയം കൂടി. ഒരു പേഷ്യന്റ് ഓൾറെഡി ടെസ്റ്റഡ് ഫോർ കോവിഡ് ആണ്. പേഷ്യന്റ് ഇപ്പോൾ ഡിസ്നി ആയിട്ട് പ്രസന്റ് ചെയ്തു. നമ്മൾ പേഷ്യന്റ് HRCT ചെയ്തു, വിച്ച് ഈസ് നോർമൽ. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്?
പേഷ്യന്റിന് ഓർത്തോപ്നിയ PND അങ്ങനെ കാർഡിയാക് മാനിഫെസ്റ്റേഷൻസ് ഒന്നുമില്ല, ഓവർലോഡ് സ്റ്റേറ്റ് അങ്ങനെ ഒന്നുമില്ല, യങ് പേഷ്യന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്നി ആയിട്ട് വരുന്ന പേഷ്യന്റ് HRCT നോർമൽ ആണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക? അതായത് നമ്മൾ ആദ്യം ഡ്യൂറേഷൻ നോക്കും. കോവിഡ് വന്നു കഴിഞ്ഞിട്ട് എത്ര നാളായി, അതായത് ഫസ്റ്റ് 6 weeks ആണ് നമ്മളൊരു നോർമൽ റിക്കവറി ഫേസ് കൊടുക്കുക. 1.5 മാസം, ഏകദേശം ഒരു 1.5 മാസം വരെ ഡിസ്നിയ വരികയാണെങ്കിൽ അത് നോർമലായിട്ട് എടുക്കുക അൺലെസ് അതർ ഇൻവെസ്റ്റിഗേഷൻസ് ആർ വിത്തിൻ നോർമൽ ലിമിറ്റ്. ബാക്കി HRCT നോർമലാണ്. എന്താ പറയുന്നത്, ഈ എംബോളിസത്തിന് നമുക്ക് HRCT റോളൊന്നുമില്ല. HRCT നമ്മൾ എടുക്കുന്നത് ഫൈബ്രോസിസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ അതൊരു സ്ലൈഡ് ഉണ്ട്, എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്നിയ ആദ്യം ഡ്യൂറേഷൻ നോക്കുക. പേഷ്യൻ്റെ 6 ആഴ്ചക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ മെയിൻലി ഫിസിയോളജിക്കലായിരിക്കാം. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് കൺട്രോൾ എക്സസൈസസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ അനീമിയ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CBC നോക്കാം, ഹീമോഗ്ലോബിൻ്റെ ലെവൽ നോക്കാം. റെസ്പിറേറ്ററി ഫൈബ്രോസിസ് ആൻഡ് എംബോളിസം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബ്രോസിസ് ഇല്ല എന്ന് പറഞ്ഞാൽ HRCT നോക്കി ഫൈബ്രോസിസ് ഇല്ല. എംബോളിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുക ഡി ഡൈമർ ആണ്. ഡി ഡൈമർ എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേസീവ് ആണ്. നമ്മുടെ ഫൈബ്രിൻ ഡിഗ്രേഡബിൾ പ്രോഡക്ട്സ് അതിൻ്റെ ആണ് ഡി ഡൈമർ. അത് എലിവേറ്റഡ് ആണെങ്കിൽ നമ്മൾ എംബോളിസം സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ CPP എടുക്കാം. എംബോളിസം ഉണ്ടെങ്കിൽ ട്രീറ്റ്. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ കാർഡിയക് MRI എന്നിട്ട് ഇതിലേതെങ്കിലും ഉണ്ടോ നോക്കുക. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പക്ക ഫിസിയോളജിക്കലാണ്. എന്താ പറയുക, കുറച്ച് ടൈം കൊടുക്കുക. ഇറ്റ് വിൽ റിസോൾവ് ബൈ ഇറ്റ്സെൽഫ്. പ്രൊവൈഡ് പേഷ്യൻ്റ് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ്, ഡയഫ്രമാറ്റിക് എക്സസൈസ് പറഞ്ഞു കൊടുക്കുക. ഡയഫ്രമാറ്റിക് എക്സസൈസ് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. അതാണ് അണ്ടർലൈൻ ഡിസീസസ് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസോൾവ് ബൈ ഇറ്റ്സെൽഫ്. പേടിക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആയോ? ക്ലിയർ മാം. അതിനകത്ത് PFT നമ്മൾ സ്പൈറോമെട്രി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ടോ? സ്പൈറോമെട്രി നമ്മൾ പറയുന്നത് കോവിഡ് സിറ്റുവേഷനിൽ ആസ് സച്ച് നമ്മൾ സ്പൈറോമെട്രി ചെയ്യാറില്ല. കാരണം ആ സ്പ്രെഡ് വെച്ചിട്ട് ചാൻസ് ഓഫ് സ്പ്രെഡ് ഈസ് മോർ. അതുകൊണ്ട് PFT മാക്സിമം ഒഴിവാക്കുക. ബാക്കി ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. പേഷ്യന്റ് കോവിഡ് റിക്കവർ ആയിട്ട് ഒരു 2.5 മാസമായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലോ? 2.5 മാസമാണെങ്കിൽ HRCT ഫൈബ്രോസിസ് ആവാനുള്ള ടൈം ആയിട്ടില്ല. 2.5 മാസം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫൈബ്രോസിസ് ആണെങ്കിൽ തന്നെ ഫൈബ്രോസിസ് HRCT മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. 2.5 മാസം എന്ന് പറഞ്ഞാൽ ഇസ് ഷോർട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി വിൽ അസ്യൂം അത് ഫിസിയോളജിക്കലാണ്. ഇറ്റ് വിൽ റിക്കവർ എന്ന് വെച്ചിട്ട് അപ്പം even if it is pulmonary fibrosis, there is nothing much we can do. ഒന്നും ചെയ്യാനില്ല. ഈ പറഞ്ഞ കണക്ക് ആൻറ്റിഫൈബ്രോട്ടിക്സ് കൊടുത്താലും അതിൻ്റെ പ്രോഗ്നോസിസ് അത്ര നല്ലതല്ല. അപ്പം ഏർലി ഡിറ്റക്ഷൻ ഇൻ പൾമണറി ഫൈബ്രോസിസ് എന്നൊരു കാര്യമില്ല. എംബോളിസത്തിൽ ഏർലി ഡിറ്റക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഫൈബ്രോസിസ് നമുക്ക് ടോട്ടലി ഹെൽപ്ലെസ് ആണ് ഫൈബ്രോസിസ് ആണെങ്കിൽ. നമുക്ക് ചെയ്യാനുള്ളത് റെഗുലറായിട്ട് ആ പേഷ്യൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പം 2.5 മാസം കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം ബ്രീത്തിങ് കൺട്രോൾ എക്സസൈസുകൾ ഒക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ പേഷ്യൻ്റ് എൻറോൾ ചെയ്യുക. ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രം. അതായത് HRCT എടുത്ത് കുഴപ്പമില്ല, CTP എടുത്ത് അതും കുഴപ്പമില്ല. CTPക്ക് പോകുന്നതിന് മുന്നേ പേഷ്യൻ്റ് ആദ്യം വീനസ് ഡോപ്ലർ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി എവിഡൻസ് ഓഫ് DVT ഉണ്ടോ നോക്കുക. അതൊന്നും ഇല്ല. എന്നിട്ട് നമ്മൾ സസ്പെക്ട് ചെയ്യാണ്. അതായത് എംബോളിസത്തിന് ഒരു സിവിയറിറ്റി അസസ്മെന്റ് സ്കോർ ഉണ്ട്, സിവിയറിറ്റി അസസ്മെന്റ് സ്കോർ. അത് വെച്ചിട്ട് റിവെൽസ് ക്രൈറ്റീരിയ അത് വെച്ചിട്ട് നോക്കുക. അതിൻ്റെ പ്രോബബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ CPPA. ഇനി അത് കുഴപ്പമൊന്നുമില്ല, പ്രോബബിലിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡിയോളജിക്കൽ ഡിസ്ഫങ്ഷൻസ് എല്ലാം റൂൾ ഔട്ട് ചെയ്യുക. അതൊരു MRI, കാർഡിയക് MRI എടുത്താൽ മാത്രം. പക്ഷേ ഈ 1.5 ആണ്, യങ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം എംബോളിസം റൂൾ ഔട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് പിന്നീടും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു 2.5 മാസമായിട്ട് ഇത്രയും കാർഡിയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് വേറെ എന്തെങ്കിലും സിംറ്റംസും കാണും. ഡിസ്നി അത്ര മൈൽഡ് ആയിരിക്കത്തില്ല, സിവിയർ ഡിസ്നിക്ക് ആയിരിക്കും കാർഡിയോളജിക്കൽ ആണെങ്കിൽ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരു 4 മാസമൊക്കെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പേഷ്യന്റ് ഡയഫ്രമാറ്റിക് പറയാം. അതിനുശേഷം പെർസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കണക്ക് ഓരോന്നായിട്ട് വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. HRCT റിപ്പീറ്റ് ചെയ്യുക. ആഫ്റ്റർ 6 months യു ക്യാൻ ഗോ ഫോർ ആൻ HRCT. അതിനുശേഷം അതിലും കുഴപ്പമൊന്നുമില്ല, നോർമൽ ആണെന്നുണ്ടെങ്കിൽ പൾമണറി എംബോളിസം
പോലീസ് CPPയും കൂടെ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അതിന് മുന്നേ തന്നെ ഡിസ്നി റിസോൾവ് ചെയ്യും. ഹലോ, ഞാൻ ഡോക്ടർ റേച്ചൽ ജോർജ് ആണേ. ഞാൻ വുമൺ എംപവർമെന്റിന്റെ ഇൻചാർജ് ആണ്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഇന്ന് നമുക്ക് നല്ല ഒരു ടോപ്പിക് ആയിരുന്നു. എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ടോപ്പിക് തന്നെയാണ്. എന്നാൽ ആർക്കും അധികം അറിയില്ലാത്ത ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുമായിട്ട് വന്ന ഡോക്ടർ ജ്യോതിരേഷ്മയെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എങ്ങനെ എനിക്ക് താങ്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു പ്രൊഫഷണൽ ടോക്കറൊന്നുമല്ല കേട്ടോ. സോ എന്റെ GPയുടെ ഭാഗത്തു നിന്ന് നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.